അപ്പോൾ നമുക്കിതൊരു വെള്ള ചാർട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ പണി എന്ന് പറയുന്നത് തൊപ്പി ഉണ്ടാക്കലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള താത്ത വന്നിട്ടൊന്ന് രാവിലെ തൊപ്പി ഉണ്ടാക്കി തരുമോ, 3 തൊപ്പി ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ വിചാരിച്ചു എന്നാൽ ഓക്കെ, ഞാൻ ഇതുവരെ തൊപ്പി ഉണ്ടാക്കിയിട്ടൊന്നുമില്ല, എന്നാലും യൂട്യൂബൊക്കെ നോക്കി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ തൊപ്പി ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും, ഇന്ന് നവംബർ 14 ശിശുദിനമാണ്, ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് സ്കൂളിലും അംഗനവാടിയിലൊക്കെ കുഞ്ഞു കുഞ്ഞു കുറേ ചാച്ചാജിമാരെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ചാച്ചാജി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മയിൽ ആദ്യം വരിക തൊപ്പിയൊക്കെയാണ്, പിന്നെ ഒരു റോസാപ്പൂവൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും തൊപ്പിയാണ് ഇന്നത്തെ നമ്മുടെ മെയിൻ പണി എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് തൊപ്പിയിട്ട മക്കൾ ഇന്ന് ഉണ്ടാവും, ഡ്രസ്സൊക്കെ ചെയ്ത് വൈറ്റ് കുർത്തയും പാൻറ്റൊക്കെ ഇട്ട് ആൺകുട്ടികളും അതുപോലെ പെൺകുട്ടികൾ ഇങ്ങനെ വൈറ്റ് ഫ്രോക്കൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയിൽ ഇങ്ങനെ പോകുന്നത് കാണാം. ഇവിടെ താത്തയ്ക്ക് 3 മക്കളാണ്, അതിൽ 2 പേര് സ്കൂളിലും ഒരാൾ അംഗൻവാടിയിലുമാണ് കേട്ടോ. അപ്പോൾ 3 പേർക്ക് തൊപ്പി ഉണ്ടാക്കി തരാൻ ചോദിച്ചിട്ടാണ് വന്നത്. അപ്പോൾ വലിയൊരു ചാർട്ടായതുകൊണ്ട് ഞാനതിനെ 4 ഭാഗിച്ചു. എനിക്ക് തൊപ്പി ഉണ്ടാക്കാൻ അറിയൊന്നുമില്ല, ഞാനിങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കിയപ്പം യൂട്യൂബിൽ കണ്ടത് വെച്ചിട്ട് അതിലിങ്ങനെ A4 ഷീറ്റ് കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ A4 ഷീറ്റിൻ്റെ സൈസിൽ ഞാൻ ചാർട്ടിനെ 4 മാറ്റിയിട്ട് അതുകൊണ്ട് തൊപ്പി ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ യൂട്യൂബ് നോക്കി സ്റ്റെപ്പൊക്കെ മനസ്സിലാക്കി അത് വെച്ചിട്ടാണ് കേട്ടോ നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. 3 മതിയെന്ന് പറഞ്ഞെങ്കിലും ചാർട്ട് 4 കട്ട് ചെയ്തുകൊണ്ട് ഞാൻ എക്സ്ട്രാ ഒരു തൊപ്പി കൂടി ഉണ്ടാക്കാമെന്ന് കരുതി. ഇനി എങ്ങാനും ഒരു തൊപ്പി പാളി പോവുകയാണെങ്കിൽ ഒരു ബാക്ക് സപ്പോർട്ടിന് മറ്റേ തൊപ്പി നമുക്ക് യൂസ് ചെയ്യാമല്ലോ എന്ന് കരുതി. അങ്ങനെ തന്നെ നമ്മൾ തൊപ്പി ഉണ്ടാക്കാൻ തുടങ്ങി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തൊപ്പി എന്ന് പറയുന്നത് ആ അറ്റത്തിരിക്കുന്ന തൊപ്പിയാണ് കേട്ടോ. അതെനിക്ക് കുറച്ചുകൂടി ഭംഗിയായിട്ട് തോന്നി, അതായത് കുറച്ചുകൂടി ചെറുതുമാണ്, തലയിലൊക്കെ വെച്ചാൽ കറക്റ്റായിട്ട് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി. എല്ലാം ഭയങ്കര പെർഫെക്ഷൻ ഒന്നും ഉണ്ടാവില്ല, കാരണം ഞാൻ അത്ര വലിയ സ്കിൽഡൊന്നുമല്ല, ജസ്റ്റ് നോക്കി ഉണ്ടാക്കുന്നു അത്ര മാത്രം. പിന്നെ ഇത് 1 ടൈം യൂസ് അല്ലേ, ഒരു ദിവസത്തേക്ക് വേണ്ടി മാത്രമാണല്ലോ എന്ന് കരുതി. അങ്ങനെയൊക്കെ നമ്മൾ 4 തൊപ്പി തയ്യാറാക്കിയിട്ടുണ്ട്. ഇപ്പോഴത്തെ മക്കൾക്കാണ് എങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ ഡേയ്സൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഓരോ ഡേയിന് സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാകും. അപ്പം നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഇതുപോലെ തൊപ്പി വെച്ച് പോയതായിട്ടൊന്നും എൻ്റെ ഓർമ്മയിലില്ല കേട്ടോ. അപ്പോൾ അതെ, ഞാൻ 4 തൊപ്പി തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ 4 തൊപ്പിയും താത്തയ്ക്ക് കൊടുത്തു. കൂട്ടത്തിൽ ഞാൻ ആമ്പലിന് വേണ്ടിയിട്ട് ഒരു കുഞ്ഞു തൊപ്പി കൂടി ഉണ്ടാക്കി, അത് വെച്ചിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ അവൻ്റെ എടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ.